പോലീസിന്റെ വിലക്കുകൾ വകവയ്ക്കാതെ കുട്ടികളെ നിറച്ചോടിയ ഏതാനും ഓട്ടോകൾക്കെതിരെ കഴിഞ്ഞ ദിവസം തലശ്ശേരി പോലീസ് പിഴ ചുമത്തി. ഇതിൽ പ്രകോപിതരായ ഒരു വിഭാഗം ഓട്ടോ വാൻ ഡ്രൈവർമാർ തിങ്കളാഴ്ച സ്കൂൾ ട്രിപ്പ് മുടക്കി പ്രതിഷേധ സമരം നടത്തി. അമിതമായി കുട്ടികളെ കുത്തിനിറച്ചു പോകുന്ന ഓട്ടോകൾക്കും മറ്റു വാഹനങ്ങൾക്കുമെതിരെ ഏതാനും ദിവസം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പോലീസിന്റെ വിലക്കുകൾ വകവെക്കാതെ കുട്ടികളെ നിറച്ചോടിയ ഏതാനും ഓട്ടോകൾക്കെതിരെ കഴിഞ്ഞ ദിവസം തലശ്ശേരി പോലീസ് പിഴയും ചുമത്തി. ഇതിൽ പ്രകോപിതരായാണ് ഒരു വിഭാഗം ഓട്ടോ വാൻ ഡ്രൈവർമാർ തിങ്കളാഴ്ച സ്കൂൾ ട്രിപ്പ് മുടക്കി പ്രതിഷേധ സമരം നടത്തിയത്. അധ്യയന വർഷം പകുതി കഴിയാറാവുമ്പോൾ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെയാണ് കൂടുതൽ പ്രയാസപ്പെടുത്തുകയെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ശേഷിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടുതൽ ചാർജ് നൽകേണ്ടി വരും. ഇതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഉത്തരവാദപ്പെട്ടില്ല അതിലും കൊണ്ടുപോകുന്നത് നിർത്തണം, തീർച്ചയായും നിർത്തണം. അതിനെ നമ്മൾ പറയുന്നത് നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ അധ്യയന വർഷത്തിന്റെ നടുവിൽ വെച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു നടപടിക്രമമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നമുക്കിപ്പോൾ ഇരട്ടി പൈസ വാങ്ങിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. പുറത്ത് വരുന്ന കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ 1000, 1500 വെച്ച് മേടിക്കാൻ പറ്റില്ല. രക്ഷയ്ക്ക് തരാൻ പറ്റില്ല. കൂലിപ്പണിക്കാരന്റെ മക്കൾ പോലും ഇതിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ബസ്സുകളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കുത്തിക്കയറ്റി ഓടുമ്പോഴും അവർക്കെതിരെ പോലീസ് നടപടിയുണ്ടാവാത്തതും ഓട്ടോ ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതുവരെയെങ്കിലും ഇന്നത്തെ സ്ഥിതി തുടരാൻ അനുവദിക്കണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം. എന്നാൽ നിയമാനുസൃത നടപടികൾ മാത്രമേ ഇക്കാര്യത്തിൽ പോലീസ് സ്വീകരിക്കുന്നുള്ളൂ എന്ന് തലശ്ശേരി CI MP വിനോദ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സുരക്ഷയാണ് പ്രധാനം. അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇക്കാര്യത്തിൽ അലംഭാവം കാട്ടാൻ പോലീസിനാവില്ലെന്ന് CI ഓർമ്മിപ്പിച്ചു. പോലീസിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആസ്പെക്ട് കവർ ചെയ്യാനാവില്ല. നമുക്ക് ചെയ്യാൻ പറ്റിയ കുട്ടികളുടെ സേഫ്റ്റി ആസ്പെക്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു വണ്ടിയിൽ എത്ര പേരെ കയറ്റാൻ പാടുണ്ട്, എത്ര പേരെ കയറ്റാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ഡയറക്ഷൻ നമുക്കുണ്ട്. അപ്പോൾ അത് പ്രകാരമല്ലാതെ കൂടുതൽ ആൾക്കാരെ കയറ്റിയാൽ അവരുടെ സേഫ്റ്റിയാണ് ഡേഞ്ചർ, അതാണ് അവരുടെ സേഫ്റ്റിയാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് അവരെ ചെക്ക് ചെയ്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് റാൻഡമായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ഒഫൻസ് കണക്കായി ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, അതിനെല്ലാം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതൊരു മറ്റു നടപടികൾ പ്രതികാര മനോഭാവത്തിൽ ചെയ്യുന്നൊരു സ്വഭാവം നല്ലത്. ഓട്ടോറിക്ഷകളിലെ ഓവർലോഡിനെ പറ്റി 2 ആഴ്ച മുമ്പേ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. പിന്നീടാണ് നടപടി ആരംഭിച്ചത്. ഇക്കാര്യത്തിൽ ഒരു പ്രതികാര മനോഭാവവും പോലീസിനില്ല. അടുത്ത അധ്യയന വർഷം മുതൽ നിയമം നടപ്പാക്കിയാൽ പോരെയെന്ന ഓട്ടോറിക്ഷക്കാരുടെ ആവശ്യം അംഗീകരിക്കാനാവില്ല. ആയതിനാൽ ഇനിയും സാവകാശം നൽകുന്നതിൽ അർത്ഥമില്ലെന്നും CI പ്രതികരിച്ചു.